സുഹൃത്തുക്കളെ 100% ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, കേൾക്കുക, ഷെയർ ചെയ്യുക. ഇതാണ് അവിടുത്തെ ഒരു വസ്തുത. ഒന്നത്. രണ്ട്, ഇനി ഇത് അഥവാ ഒരു തെറ്റാണെങ്കിൽ അവരെ സ്വർഗത്തിൽ നിന്ന് തടയാനുള്ള ഒരു സാധനമായിട്ട് മാറുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതാണല്ലോ ചോദിച്ചതിന്റെ വേറൊരു ആംഗിൾ അല്ലെ. അതായത് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. എന്ന് വെച്ചാൽ മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പാപമായിട്ട് കണക്കാക്കണല്ലോ. പാപമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് പോട്ടെ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രകാരം നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത്, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾ സ്വർഗത്തിലെത്തും. നിങ്ങൾ ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ കേട്ടല്ലോ ഈ ഒരു വാക്ക്. ഇസ്ലാമില് സ്വന്തം ഉമ്മയെപ്പോലും വിഭജിച്ചാൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ഇയാള് കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഇതിനെതിരെ ഒരു മുസ്ലിങ്ങൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇയാൾ പറഞ്ഞ ഈ വാക്ക് നമുക്ക് ജെമിനിയോട് ചോദിക്കാം, എന്തെല്ലാം നിയമ നടപടികൾ എടുക്കാൻ പറ്റും എന്നുള്ളത്. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെയും മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകുന്ന പരമോന്നത സ്ഥാനത്തെയും തികച്ചും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് നിയമപരമായി വലിയ കുറ്റകൃത്യമാണ്. തീർച്ചയായും ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ഇതിന്റെ വിവിധ വശങ്ങൾ താഴെ വിശദീകരിക്കുന്നു. 1. കേസ് കൊടുക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? തീർച്ചയായും കേസ് കൊടുക്കാം. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക, മതസ്പർദ്ധ വളർത്തുക, പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുക, അപകീർത്തികരമായ വ്യാജപ്രചാരണം നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇയാൾക്കെതിരെ പോലീസിലോ കോടതിയിലോ പരാതി നൽകാം. ഇന്ത്യൻ ശിക്ഷാനിയമ പ്രകാരം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത -BNS താഴെ പറയുന്ന വകുപ്പുകൾ ഇതിന് ബാധകമാകും. മതവികാരം വ്രണപ്പെടുത്തൽ. ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ കാസ്തോ വേണമെന്ന് വെച്ച് അധിക്ഷേപിക്കുന്നതിനെതിരെ. മതസ്പർദ്ധ വളർത്തൽ. സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്. IT ആക്ട് -സെക്ഷൻ 67 സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരവും അശ്ലീലവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന്. 2. എന്തുകൊണ്ട് ആ വിഭാഗം ആളുകൾ മുസ്ലിങ്ങൾ കേസ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നില്ല? ഇത്തരം സന്ദർഭങ്ങളിൽ പൊതുവെ ആളുകൾ ഉടൻ തന്നെ കേസിന് പോകാത്തതിന് ചില കാരണങ്ങളുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ശ്രമം, അറ്റൻഷൻ സീക്കിംഗ്. ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവർ പലപ്പോഴും വ്യൂസിന് വേണ്ടിയോ റീച്ചിന് വേണ്ടിയോ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നവരായിരിക്കും. അവർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രശസ്തിയും പബ്ലിസിറ്റിയും നേടിക്കൊടുക്കും എന്ന് കരുതി പലരും ഇതിനെ അവഗണിക്കാറുണ്ട്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോടുള്ള പ്രതികരണം. ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് സമൂഹത്തിന് വ്യക്തമായി അറിയാം. ഉദാഹരണത്തിന്, സ്വർഗം ഉമ്മമാരുടെ കാൽക്കീഴിലാണ് എന്ന പ്രവാചക വചനം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു അസംബന്ധം പറയുന്ന ആളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്ന ചിന്താഗതി. കേസ് കൊടുത്താൽ പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടും? കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇന്ത്യൻ നിയമപ്രകാരം കഠിനമായ ശിക്ഷകൾ ലഭിക്കാം. തടവ് ശിക്ഷ. മതവികാരം വ്രണപ്പെടുത്തിയതിനും മതസ്പർദ്ധ വളർത്തിയതിനും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. സോഷ്യൽ മീഡിയ വഴി. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോനെ ലോങ് ആക്കാൻ ശ്രമിക്കുന്നില്ല. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ VD സതീശൻ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞതാണ്, വർഗീയത ഇതിൻ്റെ അകത്ത് ഒരിക്കലും അംഗീകരിക്കില്ല, കേരളത്തിൽ വർഗീയത അംഗീകരിക്കില്ല. പക്ഷേ ആരിഫ് ഹുസൈനെ പോലെയുള്ള നാറികളെ എല്ലാ സ്ഥലത്തും സ്റ്റേജ് ഇട്ടിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപകടത്തിലാക്കുകയും അതുപോലെ തന്നെ വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? അതല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ്, മുസ്ലിം സംഘടനകൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഒരു 10 ആൾക്കാർ ചേർന്ന് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റിലും കേസ് കൊടുക്കാം. പക്ഷെ കേസ് കൊടുക്കാൻ ഒരു മുസ്ലിങ്ങൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നാണ് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചിട്ടുണ്ട്. 100% നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം സുഹൃത്തുക്കളാണെങ്കിൽ, ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ 100% കഴിയുന്നത് നിങ്ങളുടെ അവിടെ തന്നെ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് കേസ് കൊടുക്കുക. 1-ന് 4 വട്ടം കൊടുത്താൽ മര്യാദയ്ക്ക് ഒതുങ്ങിക്കോളും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. മറുനാടൻ സാജൻ തുടർന്ന് മുസ്ലിങ്ങളെ അപകടത്തിലാക്കുകയും തുടർന്ന് മുസ്ലിങ്ങളെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അയാൾക്കെതിരെ പല സ്ഥലത്തിനും കേസ് കൊടുത്തപ്പോൾ അതോടുകൂടി നിന്ന് ഇല്ലേ, ഇപ്പം പറയുന്നില്ല, അരമണിക്കൂർ കൂടുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. പ്രിയ സുഹൃത്തുക്കളെ, കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാലും വെള്ളത്തിൽ കിട്ടും. ഇപ്പോഴത്തെ ഇന്ത്യൻ നിയമപ്രകാരം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനത്തെ കേസ്. സുഹൃത്തുക്കളെ, 100% നിങ്ങൾ കേസ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക.